ഓപ്പോ K13 അല്ലെങ്കിൽ CMF2 Pro ഇതിൽ ഏത് ഫോൺ എടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്കായിട്ടാണ് ഈ വീഡിയോ. ഓപ്പോ മെയിൻലി ബാറ്ററിക്ക് പെർഫോമൻസ് കൂടുതൽ കൊടുത്തപ്പോൾ നത്തിങ് ക്യാമറയ്ക്ക് പെർഫോമൻസ് കുറച്ച് കൂടുതൽ കൊടുത്തു. ഇത് മാത്രമേ ഇതിൽ കാര്യമായിട്ടൊരു ഡിഫറൻസ് പറയാനുള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓപ്പോ K13 വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 6S Gen 4 എന്ന് പറഞ്ഞ പ്രൊസറാണ് കൊടുത്തിട്ടുള്ളത്. UFS 3.1 സപ്പോർട്ട് ഉണ്ട്. എന്നാൽ നത്തിങ്ങിൽ MediaTekൻ്റെ Dimensity 7300 Pro എന്ന് പറഞ്ഞ 5G പ്രൊസസ്സറും UFS 2.2 പെർഫോമൻസും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മെയിൻലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫോമൻസ് നമുക്ക് ഓപ്പോക്ക് കിട്ടും. അതുപോലെ തന്നെ ഓപ്പോയിൽ 7000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. നത്തിക്കിൽ 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ബോക്സിൽ ചാർജർ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ക്യാമറയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 50 മെഗാ മെയിൻ ക്യാമറയും 8 മെഗാ അൾട്രാ വൈഡ് ക്യാമറയും ഓപ്പോയിൽ കൊടുത്തിട്ടുണ്ട്. നത്തിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 50 മെഗാ മെയിൻ ക്യാമറയും 50 മെഗാ ടെലിഫോട്ടോ ക്യാമറയും അതുപോലെ 8 മെഗാ അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫോമൻസ് നത്തിങ്ങിൽ കിട്ടും. അതുപോലെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. 120 Hz റിഫ്രഷ് റേറ്റാണ് രണ്ടിലും വരുന്നത്. മെയിനായിട്ട് വേറെ ഇത് കാര്യമായിട്ടൊന്നും പറയാനില്ല. രണ്ടിലും ഓൾമോസ്റ്റ് പെർഫോമൻസ് ഒക്കെ സെയിം ആണ്. ഏകദേശം ഒരേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്. ഇത് 18,000 റേഞ്ചിൽ, ഇത് 19,000 റേഞ്ചിൽ വരുന്ന ഫോണാണ്. നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. കാരണം കുറച്ചും കൂടി ക്യാമറ പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നത്തിങ് എടുക്കാം. അല്ല ബാറ്ററി പെർഫോമൻസ് കുറച്ച് കൂടുതൽ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോ K13 എടുക്കാം.